ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ മഞ്ജു വിക്ടോറിയ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മിനിമലിസം. വളരെയേറെ എനിക്കിഷ്ടമുള്ള ടോപ്പിക്കാണ്. ഇതിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ നമുക്ക് തീർക്കാൻ പറ്റുന്നൊരു പ്രോസസ്സല്ല. മിനിമലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ഓരോ സ്റ്റെപ്സും ജീവിതത്തിൽ പകർത്തി തുടങ്ങിയ ഒരാളാണ് ഞാൻ. മിനിമലിസത്തിന് പ്രത്യേകിച്ചൊരു നിയമമോ ഒരു മിനിമലിസ്റ്റ് ഇങ്ങനെ ആയിരിക്കാനേ പാടുള്ളൂ, എല്ലാ മിനിമലിസ്റ്റുകളും ഇങ്ങനെ ആകണം എന്നൊരു നിബന്ധനകളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ മിനിമലിസം നമുക്ക് ഇപ്പോൾ ഈ നിമിഷം വേണമെങ്കിലും തുടങ്ങാം എന്നുവെച്ച് നമ്മളിപ്പോൾ തുടങ്ങുന്ന മിനിമലിസം ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. അതൊരു ജീവിതചര്യയാണ്. ഇന്നു മുതൽ നമ്മൾ ശ്രമിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഗ്രാജുവലി ഡെവലപ്പായി വരികയും അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ സ്വയം തന്നെ അനുഭവിച്ച് മനസ്സിലാക്കി തുടങ്ങുകയും ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ഹയർ വേർഷനിലോട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യപ്പെടത്തുള്ളൂ. ആദ്യം മിനിമലിസം എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഗുണങ്ങളും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആ ഗുണങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ മിനിമലിസം ഒരാൾക്ക് ലൈഫിൽ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. മിനിമലിസം എന്നാൽ സിംപിളി ഉപേക്ഷിക്കുക. എന്താ നമ്മൾ ഉപേക്ഷിക്കേണ്ടത്? നമുക്കുള്ള അനാവശ്യമായ ആകുലതകൾ, ചിന്തകൾ, ഭയങ്ങൾ, ഭ്രമങ്ങൾ എല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. അതിനോടൊപ്പം നമുക്ക് ആവശ്യമായവ മാത്രം കണ്ടുപിടിച്ച് അത് മാത്രം വാങ്ങി സ്വന്തമാക്കാൻ ശ്രമിക്കണം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ പല കാര്യങ്ങളും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് എന്ത് എന്ന് മനസ്സിലാക്കി വാങ്ങിക്കുമ്പോഴാണ് നമ്മൾ വൈസായിട്ടുള്ള തീരുമാനം എടുത്തു എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതാണ് മിനിമലിസം എന്ന് പറയുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തിന് ഞാൻ ഈ വീഡിയോ കാണണം? അതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം ഉണ്ടാകുന്നു? നിങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആവർത്തിച്ച് നിങ്ങളുടെ മനസ്സിനോട് തന്നെ നിങ്ങൾ ചോദിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം അതിൽ നിന്ന് ഒരുപാട് ബെനഫിറ്റ്സ് കിട്ടുന്നു എന്നാണ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ കാര്യം ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം നിങ്ങൾ വാങ്ങിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് വൺ ഡീക്ലട്ടറിങ് ആണ്. അതായത് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ആവശ്യമില്ലാത്തത് എല്ലാം നമ്മുടെ വാർഡ്രോബിൽ നോക്കുമ്പോൾ ഒരു 6 മാസത്തോളമായിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഓരോ ട്രെൻഡിനനുസരിച്ച് നമ്മൾ പോയി വാങ്ങിക്കുന്നുണ്ടായിരിക്കും. ആ ട്രെൻഡിനനുസരിച്ച് വാങ്ങിച്ച പല ഡ്രസ്സുകളും നമ്മുടെ വാർഡ്രോബിൽ വെറുതെ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക. ഒരു മിനിമലിസ്റ്റ് ഒരിക്കലും ഓഫറുകളുടെ പുറകെ പോകാറില്ല. ഒരു ഉൽപ്പന്നം വാങ്ങിക്കുമ്പം ആ പ്രോഡക്റ്റിനൊപ്പം വേറൊന്ന് ഫ്രീ കിട്ടുന്നു എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഫ്രീ കിട്ടുന്നത് നമുക്ക് വാങ്ങിക്കാം, പക്ഷെ നമ്മൾ അതിന് മുന്നേ ഒന്ന് ചിന്തിക്കണം. ആ ഫ്രീ കിട്ടുന്ന ഉൽപ്പന്നം അത് ഞാൻ ഉപയോഗിക്കുന്നതാണോ എന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾക്കത് വാങ്ങിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അപ്പോഴേ നിങ്ങൾ നന്ദിയോടെ അതിനെ നിരസിക്കുക. വേണ്ട എന്ന് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും പറയുക. ഒരു പുസ്തകത്തിൽ ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, ശരിക്കും ജീവിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? പൂപ്പാത്രത്തിലെ പുത്തനിലകളും ധ്യാനിക്കുവാൻ ഒരു പുസ്തകവും സ്നേഹിക്കുന്ന ഒരാളുടെ കരവും മാത്രം മതി ജീവിക്കാനെന്ന്. അത് കുറച്ച് ഫിലോസഫിക്കലി പറഞ്ഞതാണ്. പക്ഷെ അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം മതി നമുക്ക് ജീവിക്കാനായിട്ട്. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പല ഉൽപ്പന്നങ്ങളുടെയും 20% മാത്രമായിരിക്കും നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. ബാക്കി 80% നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതായിരിക്കും. അതിനെയൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് അത് മാറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ മിനിമലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികളിൽ മാത്രമല്ല, മെന്റലിയും നമുക്ക് മിനിമലിസം സ്വീകരിക്കാം. അത് നമ്മൾ ഗ്രാജുവലി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്റ്റെപ്സുകൾ തുടങ്ങുമ്പോഴേക്ക് നമുക്ക് അതിൻ്റെ ഹയർ വേർഷനിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗാന്ധിജിയും ബുദ്ധിസ്റ്റും ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും സ്വീകരിച്ചിരുന്ന ഒരു ജീവിതചര്യയാണ് മിനിമലിസം എന്ന് പറയുന്നത്. അപ്പോൾ മിനിമലിസത്തിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് എന്നല്ലേ അത് സൂചിപ്പിക്കുന്നത്? ആ മിനിമലിസം ഞാൻ സ്വീകരിക്കുന്നത് വഴി എനിക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഞാൻ മിനിമലിസം സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് എന്തൊക്കെയാണ് മിനിമലിസം കൊണ്ടുള്ള ഗുണങ്ങളെന്ന് അറിയുക എന്നതാണ്. ഒന്നാമത്തെ കാര്യം, മിനിമലിസം കൊണ്ട് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാകുന്നു. രണ്ടാമത്തെ കാര്യം, മിനിമലിസം കൊണ്ട് നമുക്ക് വളരെയധികം സമയം നമുക്ക് ലാഭിച്ചു കിട്ടും. മൂന്നാമത്തെ കാര്യം, മിനിമലിസം സ്വീകരിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംതൃപ്തി കൈവരുന്നു. നാലാമത്തെ ഏറ്റവും വലിയ കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സക്സസ്ഫുൾ ആക്കാൻ ഈ മിനിമലിസം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇത്രയും അഡ്വാൻറ്റേജസ് ഒക്കെ പോരെ മിനിമലിസം എന്ന ആ ഒരു ചെറിയ ജീവിതചര്യയെ നമുക്ക് ഇന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തുടങ്ങാനായിട്ട്. അപ്പം വെറുതെ അങ്ങ് ഞാൻ ഇതിനെയൊക്കെ ഹാപ്പിനെസ് തരും, സമയം ലാഭിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അത് എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം. ഒന്നാമത്തെ കാര്യം,
എങ്ങനെയാണ് മിനിമലിസം നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കി തരുന്നു എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ ബെഡ്റൂമിൽ നിന്ന്, നമ്മുടെ വാർഡ്രോബിൽ നിന്ന് തുടങ്ങുക. നിങ്ങളൊന്ന് വാർഡ്രോബിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ വസ്ത്രങ്ങൾ അത് നമ്മുടെ അലമാരയിൽ ഇങ്ങനെ കുന്നുകൂടി കിടപ്പുണ്ടായിരിക്കും. അപ്പം നിങ്ങളൊരു പാർട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നു, അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കുകയാണ് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ലേറ്റാവും, ഇന്ന് തന്നെ എനിക്കത് എടുത്ത് വെക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാർഡ്രോബ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരെണ്ണം പോലും എടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും കുന്നുകൂടി അതിനകത്ത് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കും നാളെ രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങുന്നതിന് മുന്നേ, അല്ലെങ്കിൽ പാർട്ടിക്ക് പോകാൻ ഇറങ്ങുന്നതിന് മുന്നേ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിടാവുന്നു. എന്നിട്ട് രാവിലെ എന്താ സംഭവിക്കുന്നത്? രാവിലെ ഇന്നലെ കിട്ടാത്ത സമയം ഈ രാവിലെ ചുരുങ്ങിയ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? നിങ്ങൾ അതിൽ നിന്ന് വലിച്ചു വാരി കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരെണ്ണം പുറത്തെടുക്കും. എന്നിട്ട് അത് എങ്ങനെയെങ്കിലും തേച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് പോവും. നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ അത് നിങ്ങൾക്ക് പാകമാകില്ലായിരിക്കും, ചിലപ്പോൾ അതിന് പ്രത്യേകിച്ച് ഭംഗിയൊന്നും ഉണ്ടായതായിരിക്കത്തില്ല, ആ കളറ് ചിലപ്പം ആ ഒരു ഫംഗ്ഷന് യോജിക്കുന്നതായിരിക്കത്തില്ല. അങ്ങനെ പല പല പ്രശ്നങ്ങൾ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ മനസ്സോടെ അതെങ്ങനെയോ ഇട്ടുകൊണ്ട് പോകും. ആ ഡ്രസ്സ് ഇട്ടതിൻ്റെ യാതൊരു വിധത്തിലുള്ള കോൺഫിഡൻസോ ഒന്നും നിങ്ങൾക്കുണ്ടാകില്ല. അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാതെ നിങ്ങൾ ആ പാർട്ടിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അതിൽ സന്തോഷം കിട്ടത്തില്ല. അതുപോലെ ഒരു മീറ്റിങ്ങിൽ നിങ്ങൾ ആ കോൺഫിഡൻസ് ഇല്ലാതെ നിങ്ങൾ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മീറ്റിങ്ങിൽ നന്നായിട്ട്, അല്ലെങ്കിൽ ആ ഒരു കോൺഫറൻസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോയിന്റ്സിനെ പറയാനോ നിങ്ങളുടെ അഭിപ്രായങ്ങളെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിക്കാനോ ഉള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ആ ഡ്രസ്സ് തരില്ല. നമ്മുടെ അപ്പിയറൻസിൽ ഒരുപാട് കാര്യമുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ? നേരെ മറിച്ച് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾ മിനിമലിസം സ്വീകരിക്കുന്നത് വഴി തന്നെ എൻ്റെ വാർഡ്രോബിലോട്ട് നോക്കി നമുക്ക് വളരെ കുറച്ച് നമ്പേഴ്സിൽ ഡ്രസ്സസ് മതി. അതായത് ഒരു പാർട്ടി വെയർ ആയിട്ട് നമ്മളൊരു 5 ഡ്രസ്സ് കരുതി വെക്കുക, സ്ലീപ്പ് വെയർ ആയിട്ട് ഒരു 5 ഡ്രസ്സ് കരുതി വെക്കുക, നമുക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പം ഇട്ടിട്ട് പോകാനായിട്ട് ഒരു 5 ഡ്രസ്സ് കരുതി വെക്കുക. ഇതെല്ലാം സെപ്പറേറ്റ് ഓരോ ബോക്സിൽ അല്ലെങ്കിൽ ഓരോ വാർഡ്രോബിൽ ഒരു സ്പേസിൽ നിങ്ങൾ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഓഫീസിൽ പോകുമ്പം നിങ്ങൾക്ക് യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല. മിനിമലായിട്ടുള്ള ഡ്രസ്സേ ഉള്ളൂ, അതിൽ നിന്ന് ഒരെണ്ണം എനിക്ക് എടുത്തിട്ടാൽ മതി. പാർട്ടിക്ക് പോകുമ്പോഴും അതെ, എൻ്റെ അത്രയും ഡ്രസ്സേ ഉള്ളൂ, എനിക്ക് ഇന്ന് തന്നെ ചൂസ് ചെയ്യാം, നാളെ ഞാൻ ഇതാണ് ഇടാൻ പോകുന്നത്, നിങ്ങൾക്കൊന്ന് അയൺ ചെയ്ത് വെക്കാം. അപ്പം നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടായോ ഇല്ലയോ? ഹാപ്പിനെസ് ഉണ്ടാവും തീർച്ചയായിട്ടും. നിങ്ങൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ആ ഡ്രസ്സ് ഇട്ടാണ് നിങ്ങൾ പോകുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. കമ്മത്താൻ കമ്മത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ അവർ ഓൺടർപ്രനേഴ്സാണ്. ബിസിനസ്സിൽ മാത്രമേ അവർക്ക് കോൺസെൻട്രേഷൻ ഉള്ളൂ. അവർ കല്യാണം പോലും കഴിക്കാണ്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫെല്ലാം കളഞ്ഞ് അവരുടെ ബിസിനസ്സിനെ വളർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം അവരിടുന്ന ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ഒരു ക്യാരക്ടറിന് എന്തായിരിക്കും ആ ഒരു അപ്പിയറൻസ് അവർ കൊടുക്കാനുള്ള കാര്യം? അവർക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല. അവർ ഡെയിലി ഇടുന്ന വൈറ്റ് ഡ്രസ്സസാണ്. രാവിലെ ആകുമ്പോൾ അതിലൊരെണ്ണം, അവർക്ക് വേലക്കാരുണ്ട്, അവർ തേച്ച് മടക്കി വെക്കും. പക്ഷേ അവർക്ക് ഏത് ഡ്രസ്സ് ഇടണം എന്ന് ആലോചിച്ച് അവർക്ക് സമയം കളയേണ്ട കാര്യമേ ഇല്ല. അവർ രാവിലെ അതെടുത്തിട്ട് പോകുന്നു. ഹാപ്പിനെസ് ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. കോൺഫിഡൻസ് തരുന്നു. നമ്മുടെ വീടുകളിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം എടുത്ത് കളഞ്ഞു മാറ്റി വെക്കുമ്പോഴേക്കും നമുക്ക് ഡെയിലി വൃത്തിയാക്കാൻ സമയം കിട്ടുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്നു. അപ്പോൾ മിനിമലിസം ഹാപ്പിനെസ് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി രണ്ടാമത് ഞാൻ പറഞ്ഞത്, മിനിമലിസം സമയം ലാഭിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ? നമ്മുടെ വീട്ടിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കണക്കുള്ള ഫർണിച്ചർ മതി, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡെക്കോർ പീസസ് മതി. ഒരുപാട് ഫോട്ടോ ഫ്രെയിംസ്, നമുക്ക് ഡെയിലി ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ ഡെക്കോർ പീസസ്, ഇതൊക്കെ ഇരിക്കുമ്പോഴേക്ക് നമ്മുടെ അവിടെ പൊടിയേറിയിരിക്കുന്നു, അലങ്കോലമാകുന്നു, അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടികളുള്ള വീടാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തട്ടി വീഴുന്നു, കുട്ടികളത് മറിച്ചിടുന്നു, അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് സമയം പോകുന്നു. വലിയ വീട്ടിൽ നിറച്ച് സാധനങ്ങളാണ്. ഒരു ദിവസം ഓഫ് കിട്ടിയാൽ, ആണുങ്ങളെപ്പോലെ തന്നെ ഇപ്പം പെണ്ണുങ്ങളും വർക്ക് ചെയ്ത് സ്വന്തമായിട്ട് കാര്യം നോക്കി ജീവിക്കുന്ന അങ്ങനത്തെ ഒരു വേൾഡിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് തന്നെ. അപ്പോൾ ഒരു ദിവസം നമുക്കൊരു ഓഫ് കിട്ടുമ്പം നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് ക്ലീൻ ചെയ്യാനുള്ള സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വീട് നമുക്ക് മതി. അല്ലെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും വൃത്തിയാക്കി വെക്കാനും പാകത്തിനുള്ള ഫേർണിച്ചറും അതിനുള്ള ഡെക്കോർ പീസസും മാത്രം നമ്മുടെ വീട്ടിൽ വെക്കുക. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പം നമ്മളെടുത്ത് നശിപ്പിച്ച് കളയണമെന്ന് പറയുന്നില്ല. നമുക്ക് ഇഷ്ടമാണെങ്കിൽ പോലും നമുക്കത് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ. എനിക്ക് ചെടികൾ വളർത്താൻ ഇഷ്ടമുള്ള ഒരാളാണ്. ചെടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമയവും കണ്ടെത്താറുണ്ട്. ഇൻഡോർ പ്ലാന്റ്സിനൊന്നും നമ്മൾ ഡെയിലി വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ എനിക്ക് ഓഫ് കിട്ടുന്ന സമയങ്ങളിൽ മാത്രം ഒഴിച്ചാൽ മതി. അങ്ങനെ എനിക്ക് നോക്കി വളർത്താൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാന്റ്സ് മാത്രം ഞാൻ വളർത്തുന്നുണ്ട്. അതിനകത്ത് പൊടി പിടിച്ചിരിക്കുക ഒന്നുമില്ല. പക്ഷെ നേരെ മറിച്ച് ചെടികൾ ഇഷ്ടമുണ്ടായിട്ടും അത് വളർത്താനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും മേടിച്ച് വയ്ക്കുന്ന ആളുകളുണ്ട്. അതിനകത്ത് പൊടി പിടിക്കും. അത് ക്ലീൻ ചെയ്യാൻ പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നീട് ഇത് ആർക്കെങ്കിലും കൊടുക്കാനോ കളയാനോ നമുക്ക് വിഷമം ഉണ്ടാവും. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് എന്താ?
ഞാൻ ആ വാങ്ങിച്ച പൈസ അത് എനിക്ക് നഷ്ടമാവുമല്ലേ എന്ന് ചിന്തിക്കും. അപ്പോൾ അതിനേക്കാൾ നല്ലത് എന്താ ചെയ്യുക, നമ്മളത് വാങ്ങിക്കാണ്ടിരിക്കുക. ഇങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുമ്പോഴത്തേന് അതിനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് നമ്മുടെ എനർജിയും നമ്മുടെ സമയവും നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം നഷ്ടപ്പെട്ടു പോകുന്നു. കിച്ചണിലാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡെയിലി ഉള്ള ഫുഡ് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം, നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തൊക്കെയാണോ എപ്പോഴും ഉണ്ടാക്കാറുള്ളത് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം യൂട്ടൻസിൽസ് ആണോ വേണ്ടത് ആ ആവശ്യമുള്ള യൂട്ടൻസിൽസ് മാത്രം നമ്മൾ കീപ്പ് ചെയ്യുക. ബാക്കിയുള്ളത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കൊടുക്കും, നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും നിങ്ങളത് ഡൊണേറ്റ് ചെയ്യൂ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഉപേക്ഷിക്കൂ. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന അത്രയും കാര്യങ്ങളാകുമ്പോൾ നിങ്ങൾക്ക് അത്രയും പാത്രങ്ങൾ കഴുകിയാൽ മതി. വീട്ടിലുള്ള ഫേർണിച്ചറും എല്ലാ കാര്യങ്ങളും, ഫേർണിച്ചറൊക്കെ തന്നെ കണ്ടില്ലേ, നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫേർണിച്ചർ യൂസ് ചെയ്യുക. അതായത് നമ്മൾ സിറ്റിംഗ് റൂമിൽ വരുമ്പം നമുക്ക് കൺവേർട്ട് ചെയ്ത് ബെഡാക്കാൻ പറ്റുന്ന കൗച്ചുകൾ നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് കൺവേർട്ട് ചെയ്ത് അവർക്ക് അവിടെ കിടക്കാനുള്ളൊരു സ്പേസ് നമുക്ക് ഒരുക്കി കൊടുക്കാം. 1 വർഷത്തിലോ 2 വർഷത്തിലോ കൂടുമ്പോൾ വരുന്ന ഒരു ഗസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു വീട് പണിഞ്ഞു വയ്ക്കേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെയുള്ള ഫേർണിച്ചറുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ അതൊക്കെ ക്ലീൻ ചെയ്യാനും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്കത് എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മൾ ലാഭിക്കുന്ന സമയം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാം, നമുക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ ചെയ്യാം. സെൽഫ് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സമയം കണ്ടെത്തുന്നതെങ്കിൽ നമുക്കത് ബോണസ് പോയിന്റ് ആണ്. അതല്ലെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കൊരു ബുക്ക് വായിക്കാം. ബുക്ക് വായിക്കുന്നത് വഴി നമുക്ക് അറിവ് കിട്ടും. ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ ഫുൾ ടൈം നമ്മൾ ഫോണിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ദൂഷ്യവശങ്ങളെല്ലാം കുറഞ്ഞു കിട്ടുന്നത് പഴയ കാലത്തെ പോലെ നിങ്ങൾക്ക് തന്നെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഒരു ലെറ്റർ എഴുതൂ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജേർണലിംഗ് ചെയ്യൂ. അതൊക്കെ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് തന്നെ വേണമെന്ന് ഞാൻ പറയുന്നില്ല. ചിലർക്ക് മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുമായിരിക്കും. നിങ്ങൾ ആ മ്യൂസിക് പഠിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുറച്ച് സമയം യൂട്യൂബിലാണെങ്കിലും വീഡിയോയിലാണെങ്കിലും നോക്കി പഠിക്കുകയാണെങ്കിൽ അത് പ്രൊഡക്റ്റീവാണ്. അത് നിങ്ങളുടെ ലൈഫിൻ്റെ ക്വാളിറ്റിനെ വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ലാഭിക്കുന്ന സമയം കൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്തുകൂടെ? അപ്പം മിനിമലിസം നെക്സ്റ്റ് ഒരു അഡ്വാൻറ്റേജസ് അല്ലേ നിങ്ങൾക്ക് തരുന്നത്. മൂന്നാമത് ഞാൻ പറഞ്ഞത് മിനിമലിസം നമുക്ക് സംതൃപ്തി തരുന്നു എന്നുള്ളത്. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മിനിമലിസം എന്ന് പറയുമ്പോൾ നമുക്ക് ഉപേക്ഷിക്കുക, ആവശ്യമുള്ളത് മാത്രം വാങ്ങിക്കുക എന്ന് ഞാൻ പറയുമ്പം അതിനകത്ത് നമ്മളൊരു പിശുക്കൻ അല്ലെങ്കിൽ പിശുക്കിയാകണം എന്നൊരു ധ്വനി അതിലില്ല. പിശുക്കന്മാരെങ്ങനെയാണ് ചെയ്യുന്നത്? അവർക്ക് ആവശ്യമുള്ളതും കൂടി അവർ വാങ്ങില്ല. പക്ഷെ മിനിമലിസ്റ്റ് അങ്ങനെയല്ല. മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ളത് വൈസായിട്ട് തിങ്ക് ചെയ്ത് അവരത് വാങ്ങിക്കും. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഒരു കൊച്ച് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വാങ്ങിച്ചു. അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ആലോചിക്കുക, എൻ്റെ വീട്ടിലും പിള്ളേരുണ്ട്, എനിക്കും വാങ്ങിക്കാം. ഞാനത് വാങ്ങി വെച്ചിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. കാരണം അവരുടെ ബ്ലഡിൽ ഇപ്പോൾ അവർക്ക് മ്യൂസിക് മൈൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനതൊരു മൂലയ്ക്ക് വെക്കാൻ വേണ്ടി ഞാൻ അത് മേടിച്ചിട്ട് ഒരു കാര്യമില്ല. ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പയ്യൻ മേടിച്ചത് അവന് മ്യൂസിക് മൈൻഡ് ഉണ്ടായിരിക്കാം. അവനത് വയസ്സായിട്ട് അവൻ്റെ ടൈം അവൻ കണ്ടെത്തി അത് പഠിച്ച് അവൻ്റെ ഉള്ളിലുള്ള മ്യൂസിക്കിനെ വെളിയിൽ കൊണ്ടുവരുമ്പം അവന് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ട്. അതും മിനിമലിസമാണ്. അതായത് അവനത് വാങ്ങിച്ചത് അതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കണ്ടിട്ടില്ലേ പഴയ സിനിമകളിലൊക്കെ അത് എക്സാക്റ്റ് അങ്ങനത്തെ ക്യാരക്ടർ എടുത്ത് കാണിക്കാറുണ്ട്. അപ്പുറത്തെ വീട്ടിലെ ഒരാൾ വലിയ വീട് വെച്ച് കഴിഞ്ഞാൽ ഞാനും അതിനേക്കാളും വലിപ്പത്തിൽ നിൽക്കുന്ന മേൽക്കൂരയുള്ളൊരു വീട് എനിക്ക് വാങ്ങിക്കണം. അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ 10 ലക്ഷം രൂപയുടെ ഒരു കാറ് മേടിച്ചു കഴിഞ്ഞാൽ എനിക്കത് 20 ലക്ഷം രൂപയുടെ അതിലും ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ലൊരു കാർ എനിക്ക് മേടിക്കണം എന്ന് ഞാൻ ചിന്തിക്കും. അങ്ങനത്തെ ആളുകളും ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ പണം ചിലവാക്കുന്നതിൽ നമുക്കൊരു നഷ്ടവുമില്ല. ഞാനിവിടെ വരുന്ന സമയത്ത് ഇതൊരു തണുപ്പ് രാജ്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സസ് ഉണക്കിയെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എന്നോട് എൻ്റെ ഒരു കൊളീഗ് എന്നെ ചോദിച്ചൊരു കാര്യമാണ്, ഡ്രയർ ഇല്ലാതെ നീ എങ്ങനെ ജീവിക്കുന്നു എന്ന്. ആ ചോദ്യം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഉള്ളിൽ ചിരിയാ വന്നത്. ഈ ഡ്രയറാണോ നമുക്ക് ശ്വാസം തരുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോയി. പകൽ സമയം വെളിച്ചം, സൂര്യൻ്റെ വെളിച്ചം കിട്ടുന്ന, സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണല്ലോ, കിഴക്കുന്ന താഴോട്ട് സൂര്യൻ വരുന്ന സമയത്ത് പകൽ നട്ടുച്ച സമയത്തുമൊക്കെ കുറച്ചാണെങ്കിൽ പോലും ആ വെളിച്ചം തരുന്ന ജനാലയുള്ളൊരു റൂം എനിക്കുണ്ട്. അവിടെ തന്നെ ആ ജനലിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ ഒരു റേഡിയേറ്ററും ഉള്ളൊരു റൂം എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എനിക്ക് ഡ്രയിങ് സ്റ്റാൻഡ് വെച്ച് എൻ്റെ ഡ്രസ്സ് ഉണക്കുന്നതിന് എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ ഡ്രയർ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഘടകമാണെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. ചിലപ്പോൾ അവരതിനെക്കുറിച്ച് അതില്ലാതെ ജീവിക്കുന്നതിനെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കതൊരു അൺവാണ്ടഡ് തിങ് ആണ്. അത് ഞാൻ വാങ്ങിക്കാതിരുന്നത് കൊണ്ട് എനിക്ക് അത് വാങ്ങിക്കാൻ ഞാൻ ഉപയോഗിക്കേണ്ടിയിരുന്ന പണത്തിൻ്റെ ലാഭം എനിക്കുണ്ടായി.
അതുപോലെ തന്നെ അത് വാങ്ങി വീട്ടിൽ വെച്ചിരുന്നെങ്കിൽ തന്നെ ചിലപ്പം സമ്മർ വന്നാൽ പോലും എനിക്കത് യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി എനിക്ക് കൂടും. നമ്മൾ അലസരായി പോവും. നമ്മൾ വെളിയിൽ കൊണ്ടുപോയി ഡ്രൈ ചെയ്യേണ്ട, നമുക്ക് ഭയങ്കര ഈസി അല്ലേ, തുണി വാഷ് ചെയ്തിട്ട് അതിനകത്തിട്ടിട്ട് ഡ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പം അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മൾ ലേസി ആവുന്നത് മാത്രമല്ലല്ലോ, മാസം മാസം വരുന്ന ബില്ല് ആര് കൊടുക്കും? നമ്മൾ തന്നെ കൊടുക്കണ്ടേ. എനിക്കത് ആവശ്യമില്ലാത്തൊരു പ്രോഡക്റ്റ് ആണ്, അതുകൊണ്ട് ഞാനത് വാങ്ങിയില്ല. പകരം ഞാൻ വേറൊരു സാധനം വാങ്ങി. ഞാനൊരു ഫ്രീസർ വാങ്ങി, ചെസ്റ്റ് ഫ്രീസർ. എന്നോട് ചോദിച്ച ആ വ്യക്തി തന്നെ എന്നോട് വീണ്ടും ചോദിച്ചു, നീ എന്തിനാ ഫ്രീസർ വാങ്ങിച്ചേ, നിങ്ങൾക്ക് ഫ്രിഡ്ജില്ലേ എന്ന് ചോദിച്ചു. ഞാൻ താമസിക്കുന്ന ഒരു കുഞ്ഞ് അപ്പാർട്ട്മെന്റിലായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ആ അപ്പാർട്ട്മെന്റിൽ ഒരു കുഞ്ഞ് എൻ്റെ അരയൊപ്പം വരുന്ന ഒരു ഫ്രിഡ്ജ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നപ്പോൾ അത് ഇനഫായിരുന്നു. പക്ഷെ ഐ വാസ് വെയിറ്റിംഗ് ഫോർ മൈ ഫാമിലി ടു കം ഫ്രം ഇന്ത്യ. അപ്പം എൻ്റെ ഹസ്ബൻഡിന് നോൺ വെജ് ഐറ്റംസ് ആണ് കൂടുതൽ ഇഷ്ടം. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ ജീവിത രീതികൾ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ നാട്ടിലെ രീതിയിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. എൻ്റെ ഹസ്ബൻഡും അതെ. ഏഷ്യൻ ഷോപ്പ് കുറച്ചൊരു 20 മിനിറ്റ്സ് അവേ ആണ്. അപ്പം നമുക്ക് ഡെയിലി പോയി സാധനം മേടിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഏഷ്യൻ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കേണ്ട ഇന്ത്യൻ സാധനങ്ങൾ, കുറച്ച് സാധനങ്ങൾ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുക തോന്നിയത്. അപ്പം ഞാൻ പൈസയായിട്ട് ചിന്തിച്ചപ്പം എനിക്ക് ആവശ്യമുണ്ടായിരുന്നത് അതാണ്. അതുകൊണ്ട് ഞാനത് വാങ്ങി വെച്ചു. ഞാൻ അതാണ് പറഞ്ഞു തുടങ്ങിയത്. ഈ ഒരു മിനിമലിസം എന്ന വേർഡ് യൂറോപ്യൻ കൺട്രീസിലാണ് പോപ്പുലർ ആയി എങ്കിൽ പോലും ഈ മിനിമലിസത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. അത് ഞാൻ മിനിമലിസം എന്താണെന്ന് അറിഞ്ഞിട്ടോ ഒന്നുമല്ല, അറിയാണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്നതാണ്. ഭാഗ്യവശാൽ കല്യാണം കഴിച്ചപ്പം എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ രീതിയുള്ള ഒരാളാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ ദൈവത്തിനോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. ആ ഒരു കാര്യത്തിൽ മാത്രമല്ല, പക്ഷേ ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെയേറെ കടപ്പാടുണ്ട്. കാരണം വെച്ചാൽ അടുത്ത വീട്ടിലൊരാൾ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് കണ്ടിട്ട് നമുക്കും അത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാത്ത ഒരാളാണ് ഞാനും. അതുപോലെ തന്നെയാണ് എൻ്റെ പാർട്ട്ണറും. അതുകൊണ്ട് തന്നെ ഒരാൾ ചെയ്യുന്നത് കണ്ട് നമുക്കത് കോപ്പി ചെയ്യണം എന്ന് എനിക്ക് ഇതുവരെ എൻ്റെ ലൈഫിൽ തോന്നിയിട്ടില്ല. പുള്ളിക്കും അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പം പറഞ്ഞ ഇത്രയും ഉദാഹരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, മിനിമലിസം സ്വീകരിക്കുന്നത് വഴി നമുക്ക് ആത്മസംതൃപ്തി തരും. അതായത് നമ്മൾ വയസ്സായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ മേടിച്ച് അത് യൂട്ടിലൈസ് ചെയ്യുമ്പം നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് ഹാപ്പിനെസ് കൊണ്ടുതരും. നേരെ മറിച്ച് നമുക്ക് ഒരു സാധനം വാങ്ങി വെച്ചിട്ട് ഇതുവരെ നിങ്ങൾ ഉപയോഗിക്കാതെ അവിടെ മാറ്റി വെച്ചിരുന്നിട്ട് നിങ്ങൾക്ക് ഒരു കാര്യവുമില്ല. അപ്പം അത് കാണുമ്പോൾ നിങ്ങൾക്കത് സങ്കടം തരും. അതായത് ഞാൻ ഇത്ര രൂപ കൊടുത്ത് വാങ്ങിയ സാധനമാണ്, എന്നിട്ട് ഞാൻ ഇതുവരെ അതൊന്നും തൊട്ടുപോലും നോക്കിയിട്ടില്ല എന്ന നിങ്ങളുടെ ചിന്ത നിങ്ങൾക്ക് ഹാപ്പിനെസ് ഇല്ലാതാക്കും. അപ്പം മിനിമലിസം വഴി നിങ്ങൾക്ക് സംതൃപ്തി കിട്ടിയില്ലേ, സന്തോഷം കിട്ടിയില്ലേ, നിങ്ങളുടെ സമയം കിട്ടിയില്ലേ. മിനിമലിസം സ്വീകരിക്കുന്നത് വഴി നിങ്ങൾക്ക് അനാവശ്യമായ ടെൻഷൻസ് ഒഴിവാക്കി കിട്ടുന്നു. അതാണ് അടുത്ത പോയിന്റ്. എങ്ങനെയാണ് നിങ്ങൾക്ക് അനാവശ്യമായ ടെൻഷൻസ് ഒഴിവാക്കി കിട്ടുന്നത്? ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം. നിങ്ങളിപ്പോൾ ഒരു വീട് വെച്ചു എന്ന് വിചാരിക്കുക. ഇപ്പോഴത്തെ മോഡേൺ രീതിയിൽ കണ്ടംപററി സ്റ്റൈലിൽ നല്ല മുട്ടനൊരു വീട് നിങ്ങൾ പണിത് വെച്ചു. നിങ്ങളുടെ സാലറി വരുന്നതിൻ്റെ 3/4 പങ്കും മോർഗേജിലേക്ക് പോകുന്ന വിധത്തിലുള്ള ഒരു പടുകൂറ്റൻ വീടായിരിക്കും നിങ്ങൾ വാങ്ങി വെക്കുന്നത്. അവിടെ തന്നെ നിങ്ങൾക്ക് ടെൻഷൻ വരാൻ തുടങ്ങി. അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന പൈസയിൽ നിന്ന് സേവ് ചെയ്യേണ്ട ഭാഗം കൂടിയാണ് നിങ്ങളുടെ മോർഗേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കുക. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ടെൻഷൻ വരുത്തും. മോർഗേജ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് ചിലവുകളില്ലേ. നമുക്ക് കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, ഹോസ്പിറ്റൽ ബില്ല്, സ്കൂൾ ഫീസ്, അങ്ങനെ ഒരുപാട് ബില്ലുകളുണ്ട്. അപ്പം നിങ്ങൾ എനിക്ക് ഇത്രയും സൗകര്യമുള്ളൊരു വീട് മതി എന്ന് നിങ്ങൾ ആദ്യം ഒരു തീരുമാനം എടുക്കുക. അല്ലാതെ മറ്റൊരാൾ ഇത്രയും വലുത് വെച്ചത് കൊണ്ട് എനിക്ക് അത്രയും വലിയൊരു വീട് വേണമെന്ന് ചിന്തിക്കാതെ ഞങ്ങൾക്കിത് ആവശ്യമുണ്ടോ, ഞങ്ങൾ എത്ര മെമ്പേഴ്സാണ് ഉള്ളത്, ചിലപ്പോൾ ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞും ഉണ്ടാവുള്ളൂ, എന്നാലും വെക്കുന്നത് പടുകൂറ്റൻ വീടുകളാണ്. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോഴത്തെ കാലത്ത് 2 ആൺപിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ബെഡ്റൂം അവർക്ക് ഷെയർ ചെയ്യാം. അവർ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മൂത്ത ആൾ കുറച്ച് നാൾ പ്രായം കഴിയുമ്പോഴേക്കും അവർ ഹയർ സ്റ്റഡീസിന് പോയിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത ആൾക്ക് ആ റൂം എടുക്കാം. അങ്ങനെ ഒരുപാട് വഴികളുണ്ട്. പിന്നീട് നിങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞ് നിങ്ങൾക്ക് മക്കളും ചെറുമക്കളൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ വീട് ഒന്ന് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. പക്ഷേ ഇപ്പം കടം വരുത്തി വെക്കാണ്ട് ചെറിയൊരു വീട് മേടിക്കുന്നതല്ലേ ലാഭം. അപ്പം നിങ്ങൾക്ക് ആ ടെൻഷൻ നിങ്ങൾക്ക് ഒഴിവായി കിട്ടത്തില്ലേ. പോട്ടെ, അതെല്ലാം കഴിഞ്ഞു. നിങ്ങൾ കടം മേടിച്ചും വലിയ എമൗണ്ട് മോർഗേജ് ഒക്കെ എടുത്ത് നിങ്ങളൊരു വീട് വെച്ചു. ഈ വീട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും 4 ബെഡ്റൂം ഉണ്ടെങ്കിൽ 4 ബെഡ്റൂമിലും, സിറ്റിംഗ് റൂം ഉണ്ടെങ്കിൽ സിറ്റിംഗ് റൂമിലും, ഇപ്പം കിച്ചണിലും കൂടെ എല്ലായിടത്തും നിങ്ങൾ ടെലിവിഷൻ ഘടിപ്പിക്കും. ഈ ടെലിവിഷൻ ഘടിപ്പിക്കുമ്പം കുറച്ച് നാൾ കഴിയുമ്പം ഇതെന്താ സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇപ്പോഴത്തെ വേൾഡ് തന്നെ ഡിജിറ്റൽ വേൾഡിലോട്ട് എല്ലാവരും ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കുഞ്ഞു കുട്ടി മുതൽ പ്രായമായവർ വരെ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് കിടക്കാൻ പോകുമ്പോൾ പോലും മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് മര്യാദയ്ക്ക് ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ മൈൻഡ്ഫുള്ളായിട്ട് ഭക്ഷണം കഴിക്കാനോ പോലും സമയം കണ്ടെത്താൻ പറ്റാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 24 മണിക്കൂറും നമ്മുടെ മൊബൈൽ, നമ്മൾ ടോയ്ലറ്റിൽ പോയാൽ പോലും കൊണ്ടുപോകുന്നൊരു സാധനമാണ് മൊബൈൽ.
ആ മൊബൈലിനകത്ത് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അപ്പം ആ കൂടെ 4 ബെഡ്റൂമിലും കിച്ചണിലും സിറ്റിംഗ് റൂമിലും എല്ലായിടത്തും ഈ ടെലിവിഷൻ പിടിപ്പിക്കുമ്പം ഇത്രയും സാധനം മേടിക്കാനായിട്ട് നമ്മൾ വീണ്ടും കടമല്ലേ മേടിച്ചേ കഴിഞ്ഞാൽ നാളെ ഉണ്ടാവാൻ പോകുന്ന അനന്തരഫലം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇപ്പോഴേ അത് ചിന്തിച്ചിരുന്നുവെങ്കിൽ നിങ്ങളത് വാങ്ങിക്കുന്നതിന് മുമ്പേ ഒന്നുകൂടി ആലോചിച്ചിരുന്നേനെ. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇപ്പം തന്നെ അവർ നമ്മളെ അടുത്ത് ഫാമിലിയായിട്ട് ഇരിക്കാനും ഫാമിലിയിലൂടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം അവർ കണ്ടെത്തുന്നില്ല. അവർക്ക് 24 മണിക്കൂർ അവർക്ക് മൊബൈലിൽ കളിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എല്ലാവരും അപ്പനും അമ്മയും എല്ലാവരും ഉള്ളൊരു സമയം, ആഴ്ചയിൽ 1-2 ഒരു ദിവസം എന്നുള്ളത് ഞാൻ മിനിമം പറഞ്ഞതാണ്. നമുക്ക് അതിൽ കൂടുതൽ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും ദിവസം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഒരു ഫാമിലി ടൈം വെക്കുക നിർബന്ധമായിട്ടും. എൻ്റെ വീട്ടിൽ ഞാനിത് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ പറയുന്നത്. ഞാൻ ചെയ്യാത്ത ഒരു കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുമല്ല, ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് ആഴ്ചയിൽ ഒരു ദിവസത്തിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഫാമിലി ടൈം നിങ്ങൾ മസ്റ്റായിട്ടും കണ്ടെത്തുക. ഞങ്ങളുടെ ഫാമിലി ടൈം ഞങ്ങൾ കണ്ടെത്തുന്നത്, എനിക്കും മോനും ഒരേ ടൈപ്പ് ഫിലിംസ് ഇഷ്ടമാണ്, പക്ഷേ എനിക്കും ഹസ്ബൻഡിനും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിലിംസാണ് ഇഷ്ടം. അപ്പം ഞങ്ങൾ മാക്സിമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു സിനിമ കണ്ടെത്താനായിട്ട് ഞാൻ ശ്രമിക്കും. ചില സമയം എനിക്ക് മിനിമലിസം എന്നൊരു രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഹസ്ബൻഡ് കാണുന്ന സിനിമ എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും ഞാൻ കാണാൻ ശ്രമിക്കും. എന്തിനാണെന്നറിയോ? എൻ്റെ ഫാമിലി ടൈം കിട്ടാൻ വേണ്ടിയിട്ട്. എൻ്റെ കുഞ്ഞുങ്ങളെയും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൗച്ചിലിരുന്ന് അതെനിക്ക് തരുന്നൊരു സന്തോഷം. കൗച്ചിലിരുന്ന് ഞങ്ങൾ ആ സിനിമ കാണാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. അതുപോലെ ഞാൻ വേറെ ടൈം കണ്ടെത്തുന്നത് ഞങ്ങൾ റമ്മി കളിക്കും കേട്ടോ. ചീട്ട് മേടിച്ച് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരുമിച്ചിരുന്ന് ചിലപ്പോൾ ഞാൻ ഡേ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് എനിക്ക് നാളെ ഡ്യൂട്ടി ഇല്ല, ഇപ്പം നാളെ മോനും ക്ലാസ് ഇല്ല എന്ന് വിചാരിച്ചോളൂ, ഒരു ഫ്രൈഡേ ഈവനിങ് ആണ് എന്ന് വിചാരിച്ചോളൂ. ആ സമയം രാത്രി ഞങ്ങൾ 3 പേരും കൂടെ കുറച്ച് അധികം സമയം ഇരുന്നു. ഒരു 11 മണി 11:30 കൂടുതലും പിള്ളേരെ ഞാൻ ഇരുത്തത്തില്ല അങ്ങനെയുള്ള ദിവസങ്ങളിൽ. അല്ലാത്തപ്പോൾ നേരത്തെ പോയി കിടക്കും. പക്ഷേ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒരു 11 അല്ലെങ്കിൽ 11:30 വരെയെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചീട്ട് കളിക്കാറുണ്ട്, റമ്മി കളിക്കാറുണ്ട്. അതൊക്കെ ഒരു ഫാമിലി ടൈം. അത് പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എല്ലായിടത്തും ടെലിവിഷൻ യൂണിറ്റ് ഘടിപ്പിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പം തന്നെ ഫുൾ ടൈം ഫോണിൽ കളിച്ച് അവരെ മൈൻഡ് ചെയ്യാണ്ട് അവരവരുടെ ഒരു ലോകത്തായിരിക്കും ജീവിക്കുന്നത്. ഇപ്പം അവർക്ക് ഒറ്റയ്ക്ക് റൂമിൽ കിടക്കാൻ പേടിയായിരിക്കും, പക്ഷെ അവർ വളരുക. കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ പ്രൈവസി ആഗ്രഹിച്ചു തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ അവർ റൂമിൽ തന്നെ ആയിപ്പോവും. മറ്റേത് ഒരു TV കാണാൻ വേണ്ടിയിട്ടെങ്കിലും അവർ താഴെ ഇറങ്ങി വന്ന് ഫാമിലിയുടെ കൂടെ മറ്റുള്ളവരുടെ കൂടെ സ്പെൻഡ് ചെയ്യും. അതായത് അവർ കുറേ നേരം അവർ ഫോണിൽ നോക്കിയിരുന്ന് അവർ മടുക്കുമ്പോൾ ഒരു ഫിലിമാണെങ്കിലും ബിഗ് സ്ക്രീനിൽ കാണണമെന്ന് തോന്നുമ്പോൾ അവർ തീർച്ചയായിട്ടും താഴെ വന്നിരുന്ന് കാണും, ഫാമിലിയുടെ ഒപ്പം ഇരുന്ന് കാണും. നമുക്ക് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ടൈം കിട്ടും. നേരെ മറിച്ച് അവർക്ക് എല്ലാവർക്കും ഓരോ TV യൂണിറ്റ് ഓരോ റൂമിലും കൊടുത്തു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്താ? നാളെ അവരുടെ ലോകം ആ റൂമിലോട്ട് അവർ ഒതുങ്ങിപ്പോവും. അപ്പോൾ ഫാമിലി ആയിട്ടുള്ള അച്ഛനും അമ്മയും സഹോദരങ്ങളുമായിട്ടുള്ള ബോണ്ട് കുറഞ്ഞു വരും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണത്. അപ്പം നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ടെൻഷൻസ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയായിരുന്നു നമ്മുടെ മിനിമലിസം കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. മിനിമലിസം എന്താണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മിനിമലിസം സ്വീകരിക്കുന്നത് വഴി എന്തൊക്കെയാണ് ഗുണങ്ങളെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ഇതുകൊണ്ട് മാത്രം തീരുന്ന ഒരു പ്രോസസ്സ് അല്ല മിനിമലിസം. ഇതൊക്കെ നമ്മുടെ പ്രവൃത്തികളിലുകൊണ്ട് മാത്രമാണ് മിനിമലിസം. അല്ലാതെ മെൻ്റൽ മിനിമലിസം എന്നും പറഞ്ഞിട്ട് വേറെ നമ്മുടെ തിങ്കിങ്ങിൽ നമുക്ക് പ്രോഗ്രസ് വരുത്താനും തിങ്കിങ്ങിൽ നമുക്ക് മിനിമലിസം എങ്ങനെ സ്വീകരിക്കാം എന്നുള്ളതും ഒക്കെ ഇതിനകത്ത് തന്നെ വരുന്നത്. അതായത് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. അപ്പോൾ ഇതിനകത്ത് പറയാനായിട്ട് ഒരുപാട് കാര്യമുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വീഡിയോ ഒരുപാട് വലുതായി പോകുന്നുള്ളത് കൊണ്ട് ഞാൻ ഞാനിത് ചുരുക്കുകയാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഞാൻ ജസ്റ്റ് എൻ്റെ പേര് മാത്രമേ പറഞ്ഞോളൂ. ഞാൻ മഞ്ജു വിക്ടോറിയ. ഞാൻ അയർലൻഡിൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി സർവീസിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ വെറുതെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ചുമ്മാ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല മിനിമലിസം എന്ന ഈ ടോപ്പിക്കുമായിട്ട് ഞാൻ വന്നത്. എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ ദ മൈൻഡ്ഫുൾ മിനിമലിസ്റ്റ് എന്നാണ്. ഈ മിനിമലിസം എന്താണെന്ന് ഞാൻ ഈ ഒരു വേർഡ് പഠിച്ചു തുടങ്ങി അതെന്താണെന്ന് കൂടുതൽ അറിയുന്നതിന് മുന്നേ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു സ്റ്റെപ്സാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ. അപ്പം ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്നോട് പങ്കുവയ്ക്കണം. എങ്കിൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2-way കണക്ഷൻ വരുള്ളൂ. അപ്പം എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്നൊക്കെ എനിക്ക് മനസ്സിലാവും. അപ്പം ഞാൻ കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പം ഇതുവരെ എന്നെ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇനിയും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.